ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെനക്കുത്തുർക്കാവ് പൂരം പ്രമാണിച്ചിട്ട് നമ്മൾ 3 പേരും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആരൊക്കെ ഈ 3 ആളെന്നല്ലേ, ഞാനും എൻ്റെ 2 നാത്തൂന്മാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ വന്നാലും അതെ, ഫ്രണ്ട്സ് പോയാലും അതെ, നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരാളുടെ ഒപ്പം ഒരു വീഡിയോ എടുത്തപ്പോൾ മറ്റേ വന്ന് പറഞ്ഞു, നീ എന്നെ മാത്രം കൂട്ടാതെ എടുത്തു, അവളെ എടുത്തില്ലേ, അതുകൊണ്ട് എന്നെയും കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെയും ചേർത്തിട്ടൊരു വീഡിയോ എടുക്കുന്നു കേട്ടോ. അതിനിടയിൽ ഞാനൊരു ടീഷർട്ട് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ഇതാണോ എടുക്കണേ, നിനക്ക് ഇതല്ലല്ലോ നീ നോക്കാൻ വേണ്ടിയിട്ട് വന്നേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടി ഇത് നിൻ്റെ ഏട്ടനാണെന്ന് പറഞ്ഞപ്പോൾ ആണോ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി. അത് കഴിഞ്ഞിട്ട് അവൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു ഷോർട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവൾ ഷോർട്ട് ടോപ്പ് എടുക്കണം എന്നുള്ള ലെവലാണ് വന്നത്. കാരണം അവളൊരു ഷോർട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ 2 പേരുടെയും പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബില്ലിങ്ങിൽ പോയപ്പോൾ ആൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ബില്ലിങ് ഓക്കെ ആണോ, ഞാൻ ഒരു ബില്ലാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓക്കെയാണ്, ഞങ്ങൾക്ക് ഒരു ബില്ലാക്കി തന്നോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു 2-3 കടയിലും കൂടി കയറിയായിരുന്നു എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അതൊന്നും സൂട്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റോയൽ പോയിട്ടാണ് എനിക്കൊരു ഡ്രസ്സ് എടുത്തത് കേട്ടോ. എനിക്ക് അതാണ് കംഫർട്ടബിളായിട്ട് ഫീലായത്. കാരണം നമ്മൾ മനസ്സിൽ വെച്ച് ഒന്ന് കണ്ടു വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയായാലും വേറെ എന്ത് കണ്ടാലും നമുക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നില്ലല്ലോ. അങ്ങനെ ഞാനൊന്ന് കണ്ടിട്ട് എടുത്തായിരുന്നു. പിന്നെ പക്ഷേ നമുക്കത് വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ് മിസ്സായാലോ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോവുകയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ചെനക്കുത്തുർക്കാവ് പോയായിരുന്നു. എത്ര കണ്ടാലും അതിവരാത്ത അത്യുഗ്രകലാ വിരുന്നിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ സർക്കസിന്റെ ചരിത്രത്തിൽ ഇന്നോളം അവതരിപ്പിക്കാൻ ധൈര്യപ്പെടാത്ത അത്യുഗ്രകലാ വിരുന്നിലേക്ക് മുഴുവൻ കലാസ്നേഹികളെയും ഞങ്ങൾ